എല്ലാ ആരോപണങ്ങളെയും രാഷ്ട്രീയമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കൊള്ള ഇനി അധികകാലം മറച്ചു വെക്കാനാവില്ല. മണൽ ഖനനം, പുഴയിലെ ഖനനം, പ്രകൃതി ചൂഷണം, ഇതിനെല്ലാം ഇടനില നിന്ന് അവരിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുടെ ഒരു അധോലോക സംഘമായിട്ട് ആ പാർട്ടി നേതാക്കന്മാരെല്ലാവരും മാറിയിരിക്കും. തടിച്ചു കൊഴുക്കല്ലേ ഈ ലോക കേരള സഭയെല്ലാം വൻ തട്ടിപ്പല്ലേ? എന്തെങ്കിലും ഒരു കാൽക്കാശിന്റെ പ്രയോജനം കേരളത്തിനുണ്ടോ? അതീവ ഗൗരവ സ്വഭാവമുള്ളതും കേരളത്തിലെ ജനങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള വലിയൊരു ആരോപണമാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഇടതു മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കെതിരെയും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആരോപണം ഏതെങ്കിലും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതല്ല, രാഷ്ട്രീയ ആരോപണമായി ഉയർന്നു വന്ന കേസുമല്ല. മറിച്ച് CPM-നകത്തു നിന്ന് തന്നെ വളരെ വ്യക്തമായ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ സഹിതമാണ് ഈ ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. ഈ ആരോപണത്തിന്റെ പ്രസക്ത ഭാഗം വിദേശ രാജ്യങ്ങളിൽ അടക്കം ശതകോടിക്കണക്കിന് രൂപ കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും അനധികൃതമായി ലഭിച്ചു എന്നുള്ളതാണ്. കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അത് അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കോടികളാണ് ഒഴുകിയത്. ആ പണം വീതിച്ച് കേരളത്തിലെ CPM നേതാക്കൾക്ക്, മന്ത്രിമാർക്ക് ഒക്കെ നൽകിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് CPM പോളിറ്റ് ബ്യൂറോക്കടക്കം ലഭ്യമായിട്ടുള്ളത്. ലോക കേരള സഭ നടത്തുമ്പോഴും മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും വിദേശ പര്യടനങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംശയങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. കൊല്ലം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നതാണ്. അന്ന് മാധ്യമങ്ങളെല്ലാം അത് എഴുതിയിരുന്നു. നേതാക്കളുടെയും അവരുടെ മക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദ്യത്തെ സംബന്ധിച്ച്, ഹവാല ഇടപാടുകളെ സംബന്ധിച്ച്, കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ചെല്ലാം ഗൗരവമായ അന്വേഷണം വേണമെന്ന് പാർട്ടിക്കാർ തന്നെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന്റെ മകൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് BJP-കാരനോ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മാതൃഭൂമിയോ മനോരമയോ ഏഷ്യാനെറ്റോ അല്ല. ഇടപാടിൽ പങ്കാളിയായ വ്യവസായിയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. നേരത്തെ പാർട്ടി കോൺഗ്രസിൽ ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് മറ്റൊരു മാഫിയയ്ക്ക് വലിയ ആരോപണം ഉയർന്നു വന്നപ്പോൾ, വിവാദമായപ്പോൾ അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഇവരെല്ലാം ചേർന്ന് കഴിഞ്ഞ 9 വർഷമായിട്ട്, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ പണം സമാഹരിക്കാനുള്ള ഏജൻസികൾ ഇവർക്കുണ്ട്. സർക്കാരിൻ്റെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വെറുതെ CPM-ന് കാശ് കൊടുത്തതല്ല. നമ്മൾ SFIO അന്വേഷണം നടന്നപ്പോൾ കണ്ടു, മുഖ്യമന്ത്രിക്കും മകൾക്കും പരിവാരങ്ങൾക്കുമെല്ലാം കരിമണൽ കമ്പനി നിരന്തരമായി പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബാങ്ക് വഴി കൊടുത്ത പണത്തിൻ്റെ രേഖകൾ മാത്രമാണ് പുറത്തു വന്നത്. പക്ഷെ അതിനപ്പുറത്ത് ശതകോടിക്കണക്കിന് രൂപ അല്ലാതെയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതേപോലെയാണ് വന്നിരിക്കുന്നത്. കടലാസ് കമ്പനി ഉണ്ടാക്കുക, സംസ്ഥാനത്തെ മണൽ ഖനനം, പുഴയിലെ ഖനനം, പ്രകൃതി ചൂഷണം, ഇതിനെല്ലാം ഇടനില നിന്ന് അവരിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് CPM-ന്റെ നേതാക്കന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത CPM-നും ഉണ്ട്, ഇടത് സർക്കാരിനുമുണ്ട്. രാഷ്ട്രീയ ആരോപണമായിട്ട് ഇതിനെ തള്ളിക്കളയാവുന്നതല്ല. ഗോവിന്ദ മാഷിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ടാണ് പരസ്യമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ആരോപണത്തിൽ പറയുന്നത് മന്ത്രിമാർക്കെല്ലാം പണം കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുത്തിട്ടുണ്ട്, അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും PR പ്രചരണത്തിന് കൺസൾട്ടൻസികളായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. വൻതോതിൽ പണം വിദേശത്ത് നിന്ന് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുവരിക, അത് അന്യ സംസ്ഥാനങ്ങളിലെ കടലാസ് കമ്പനികളിൽ കൂടി വെളുപ്പിച്ച് ചെറിയ തുകകളാക്കി CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും നൽകുക. ചെറിയ കാര്യമല്ലേ ഇത്? അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ വിശദീകരണം ജനങ്ങൾക്ക് മുമ്പിൽ നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഈ പണം ആരാണ് കൊടുത്തയക്കുന്നത്? എന്താണ് ഇതിൻ്റെ സാഹചര്യം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം കൊടുക്കുന്നത്? ലണ്ടനിലൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ ബന്ധുക്കൾക്ക് സ്ഥാപനങ്ങളുണ്ട്, വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. CPM-നെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ നേരത്തെയുമുണ്ട്. എല്ലാ ആരോപണങ്ങളെയും രാഷ്ട്രീയമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കൊള്ള ഇനി അധികകാലം മറച്ചു വെക്കാനാവില്ല. കടലാസ് കമ്പനിയെ സംബന്ധിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. അത് ഒരു വശത്ത്. മറുവശത്ത് ധാർമ്മികമായി രാഷ്ട്രീയമായി ഈ ചോദ്യത്തിന് സർക്കാരും CPM-ഉം മറുപടി പറയണം. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു അണ്ടനടകോടൻ അയച്ച കത്തല്ല. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തു വന്നിരിക്കുന്നു. കത്ത് പുറത്തു വന്നതിനെ തുടർന്ന് ആരോപണം ഉന്നയിച്ച ആൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉന്നത നേതാക്കളുടെ ഇടപാടുകൾ സംബന്ധിച്ച് കത്തിനോടൊപ്പം അനക്സായി ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വന്നതായി അറിയുന്നു. ആ പണം കടലാസ് കമ്പനി ഉപയോഗിച്ച്, ഷെൽ കമ്പനി ഉപയോഗിച്ച് വെളുപ്പിച്ചിരിക്കുന്നു. അത് വീതം വെച്ച് പാർട്ടി നേതാക്കൾ കൊടുത്തിരിക്കുന്നു, മന്ത്രിമാർക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട്, ഇവരൊക്കെ ഈ വിദേശ സന്ദർശനം നടത്തുന്നത് വെറുതെയാണ്, അസുഖമൊന്നുമായിട്ട് പോകുന്നതല്ല. ഒരു മന്ത്രി എന്തോ ഒരു കാര്യം കേൾക്കുമ്പോഴേ കേന്ദ്ര സർക്കാർ നഴ്സിനെ ഇറക്കിക്കൊണ്ടുവരാൻ പോകുമ്പോഴേക്കും ഇവിടുന്ന് ഓടുകയാണ് ബാഗ് എടുത്തിട്ട് ആരോഗ്യമന്ത്രി. എന്നിട്ട് അവസാനം വിമാനത്താവളം തിരിച്ചു വരും. എന്തിനാണ് ഇവരിങ്ങനെ ഇടക്കിടക്ക് പായുന്നത്? ഇതെല്ലാം വളരെ ആസൂത്രിതമാണ്. അവിടെയാണ് ഇടപാടുകളെല്ലാം നടക്കുന്നത്, ഗൗരവതരമായിട്ടുള്ള ഇടപാടുകൾ. ഒരു അധോലോക സംഘമായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരുടെ ഒരു അധോലോക സംഘമായിട്ട് ആ പാർട്ടി നേതാക്കന്മാരെല്ലാവരും മാറിയിരിക്കും. തടിച്ച് കൊഴുക്കുകയല്ലേ ഓരോ നേതാക്കളെ ഇപ്പോൾ നോക്ക്. പണ്ട് എങ്ങനെയായിരുന്നു അവരൊക്കെ? ദിനേശ് പിടി വലിക്കാൻ കാശില്ലാത്ത പാർട്ടിക്കാരൊക്കെ ഇപ്പോൾ എന്താ കണ്ടാൽ നല്ല കിങ്ങിണിക്കുട്ടം പോലെ ഇരിക്കുകയല്ലേ. DYFI നേതാക്കന്മാർ മുതൽ CPM-ന്റെ നേതാക്കന്മാർ വരെ തടിച്ച് കൊഴുത്ത് കോൺഗ്രസ് നേതാക്കളെക്കാളും അപ്പുറത്തായില്ലേ. എവിടുന്നാണ് ഇവർക്ക് ഈ ഇടപാടുകളൊക്കെ നടത്താനുള്ള പണം ലഭിക്കുന്നത്? ഈ ലോക കേരള സഭയെല്ലാം വൻ തട്ടിപ്പല്ലേ? എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു? എന്തെങ്കിലും ഒരു കാൽക്കാശിന്റെ പ്രയോജനം കേരളത്തിനുണ്ടോ? നൂറുകണക്കിന് കോടി രൂപ ചെലവഴിച്ച് ലോക കേരള സഭ നടത്തുന്നു. എന്നിട്ട് വ്യവസായികളെല്ലാം വിളിച്ചു വരുന്നു, ഭീഷണിപ്പെടുന്നു, കാശ് വാങ്ങിക്കുന്നു. ഇതെല്ലാം ഇവിടെ നടക്കുന്നു. എന്താ ഇവിടെ തൊഴിൽ കിട്ടിയിരിക്കുന്നത്? ആരാ ഇവിടെ മുതൽ മുടക്കിയിരിക്കുന്നത്? ഒന്നോ രണ്ടോ പേരിലുണ്ടാവുന്ന രവിപ്പിള്ളയോ യൂസഫലിയോ ഒഴിച്ചുകൂടെ ആര് മുതൽ മുടക്കി? ലോക കേരള സഭയിൽ പങ്കെടുത്ത 3000-4000 ആൾക്കാരിൽ ആരെങ്കിലും ഇവിടെ മുതൽ മുടക്കിയിട്ടുണ്ടോ? സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് അധികാര ദുരുപയോഗം നടത്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊള്ള നടത്തുകയാണ് ഇവര്. അതിനുവേണ്ടിയാണ് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. ഒരു അധോലോക സംഘത്തെ പോലെയാണ് കേരളത്തിലെ CPM പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ വിമാനത്താവളത്തിൽ കൂടി സ്വർണം കടത്തുന്നത് പൊട്ടിക്കുന്ന സംഘം വേറെ, അതിൻ്റെ പേരിൽ അടി വേറെ, ജയരാജന്മാർ അതിൻ്റെ പേരിൽ കലഹം. ഒരു സംഘം P ജയരാജനോടൊപ്പം, മറുസംഘം EP ജയരാജനോടൊപ്പം. ഗുണ്ടാ സംഘങ്ങളല്ലേ ഇവർ പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഇത് സംബന്ധിച്ച് CPM ഒരു രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ, ധാർമ്മികത ഉണ്ടെങ്കിൽ ഇതെന്താ സംഭവിച്ചത് ജനങ്ങളോട് തുറന്നു പറയണം. ആരാണ് ഈ വ്യവസായി? ആർക്കൊക്കെ പണം കിട്ടിയത്? എന്തിനാണ് ഗോവിന്ദ മാഷ മകനെ ഇതിൽ പങ്കാളിയായത്? മാഷിക്ക് എന്താ പറയാനുള്ളത്? നാഴികയ്ക്ക് 40 വട്ടം സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദോരാതെ വിളമ്പുന്ന ഗോവിന്ദ മാഷ് മിണ്ടുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ് മോന് ലണ്ടനിൽ വീടുണ്ടോ? അറിയേണ്ടത് ഇത് എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിന് അറിയണ്ടേ. കൂടെ നടക്കുന്നവരല്ല ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം കേരളത്തിലും ആവശ്യമുണ്ട്. CPM പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ശരിയായ പരിശോധന ഇവിടെ നടത്തേണ്ട ആവശ്യമുണ്ട്. പാലക്കാട് പാർട്ടി പ്ലീനം നടത്തി 4 ദിവസം ചരവണം പോലെ നിങ്ങൾ പാർട്ടി അംഗത്വം പുതുക്കുമ്പോൾ നേതാക്കളുടെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചും അന്വേഷണം വേണം എന്ന് പറഞ്ഞത് പാർട്ടി നേതാക്കൾ മാത്രമല്ല, ബന്ധുക്കളും മക്കളും മരുമക്കളും അടക്കമുള്ള ആളുകൾ സ്ക്രീനിങ്ങിന് വിധേയമാവണം എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ എവിടെ പോയി? കൊല്ലം സമ്മേളനത്തിൽ ഗൗരവമായ പരിശോധന വേണമെന്ന് പറഞ്ഞ പാർട്ടി ആളുകളെ കബളിപ്പിക്കുകയാണ്, ആടിനെ പട്ടിയാക്കുകയാണ്. ഇതല്ല ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് CPM കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളയെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം ആവശ്യമുണ്ട്. സഹകരണ ബാങ്കെല്ലാം നടത്തിയ കൊള്ളയുടെ കാശായിരിക്കും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. ബിനാമികളായിട്ട് അവിടെ കൊണ്ട് ഇടുകയായിരിക്കും അവർ. എന്നിട്ട് അത് വേറെ വഴിക്ക് കടലാസ് കമ്പനികൾ ഉണ്ടാക്കി ഇങ്ങോട്ട് തന്നെ മാറ്റുകയായിരിക്കും. ഇതല്ലേ നടക്കുന്നത്. അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ. ഇതാണ് സ്ഥിതി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്നു വന്ന ഗൗരവതരമായ ആരോപണങ്ങൾ, ആ ആരോപണം നടക്കുമ്പോൾ ഗോവിന്ദ മാഷ് ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുക. എപ്പോഴാണ് ഇയാൾ രാജിവെക്കുക? രാജിവെച്ച പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആവാലോ. ഗോവിന്ദ മാഷ് എപ്പോഴും അന്വേഷണം, എന്താ ഈ കേസിന്റെ അന്വേഷണം, എന്താ നടക്കാത്തത് ചോദിച്ചുകൊണ്ടിരുന്ന മാഷ് ഇതന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ. പാർട്ടിയിൽ എല്ലാവരും ഇതുപോലെയായി മാറിയിരിക്കും. ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കാത്തവരില്ല എന്ന് പറഞ്ഞതുപോലെ പാർട്ടിക്കകത്ത് ഈ കൊള്ളപ്പണം പങ്കുപറ്റാത്തവർ ആരുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിലൂടെ വ്യക്തമാവുന്നത്. ശരിയായ അന്വേഷണം വേണം. പിണറായി വിജയനും ഗോവിന്ദ മാഷും ഇത് സംബന്ധിച്ച് ശരിക്കും ഒന്ന് വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പാർട്ടി സഖാക്കളെങ്കിലും ബോധ്യപ്പെടുത്തണം. ഈ പണമൊക്കെ എവിടെ നിന്ന് വന്നു? ആരാണ് ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് പാർട്ടിയായിട്ട് എന്താ ബന്ധം? കോടതി പോയ വിഷയമല്ലേ. അതുകൊണ്ട് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന 9 വർഷമായി ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് ഈ ആരോപണങ്ങളോട് പ്രതികരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ബാധ്യതയുണ്ട്. അതിന് അവർ തയ്യാറാവണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടുന്നത്. അല്ല, സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു പരാതി ഉയർന്നു വരുമ്പോഴേക്ക് വിജിലൻസിനെ വിടുന്നവർ, പൊതുപ്രവർത്തന അഴിമതി നിരോധന നിയമത്തിലേക്ക് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ലോകായുക്ത, വിജിലൻസ്, എന്തെല്ലാം ഇവിടെ നടക്കുന്നത്. അല്ല, അതവിടെ നടത്തുന്നുണ്ട്. ഇപ്പൊ അത് ആ ഏജൻസി, ആ കമ്പനിയെ പറ്റി അവർ അന്വേഷിച്ചോളൂ. അതല്ലല്ലോ വിഷയം. ഇല്ലല്ല, ഇതിൽ അങ്ങനെ നിങ്ങൾ ഇതിന്റെ മെറിറ്റിനെ സാങ്കത്യത്തെ നിങ്ങൾ ഈ രീതിയിൽ കാണരുത്. കാരണം ഞാൻ പറയട്ടെ, അത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോളൂ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഈ പണം കേരളത്തിലെ CPM നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള പരാതി ഞങ്ങൾ ഉന്നയിച്ചതല്ല. അത് സംബന്ധിച്ച് എന്താണ് CPMന് വിശദീകരിക്കാനുള്ളത്? കേരളത്തിലെ CPM നേതാക്കളെക്കുറിച്ച്, മന്ത്രിമാരെക്കുറിച്ച് ഗൗരവതരമായ ഒരു പരാതി പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിക്കുമ്പോൾ അതിവിടുത്തെ വിജിലൻസ് അന്വേഷിക്കണ്ടേ? പൊതുപ്രവർത്തന അഴിമതി അന്വേഷിക്കുന്ന മറ്റ് ഏജൻസികൾ അന്വേഷിക്കണ്ടേ? ഇവരൊക്കെ മന്ത്രിമാരും CPM നേതാക്കളും MLA-മാരും ആയതുകൊണ്ടാണല്ലോ ഇവർക്ക് ഇപ്പോൾ ഈ പ്രിവിലേജ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കേരളത്തിൽ അന്വേഷണം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ, കടലാസ് കമ്പനികൾ, സാമ്പത്തിക വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചവരെയൊക്കെ പിടിക്കും. പക്ഷെ അപ്പോഴും ഈ പണം കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് ഉപയോഗിക്കാൻ എങ്ങനെ കിട്ടി? തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഉപയോഗിച്ചു, അവരുടെ PR ഏജൻസികളിലേക്ക് പണം മാറ്റി തുടങ്ങിയിട്ടുള്ള കേസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ അതായിട്ട് തന്നെ കാണണം. ഗോവിന്ദന്റെ മുമ്പ് ഗോവിന്ദൻ പുറത്താക്കിയെന്നല്ല അവരെന്നെ പറഞ്ഞത്. എനിക്ക് പറയാൻ പറ്റും. ഞാൻ PB-യിലുണ്ടോ CC-യിലുണ്ടോ?
പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നല്ല പറഞ്ഞോണ്ട്. എന്ത് പോളിറ്റ് ബ്യൂറോ? കേരളത്തിൽ 5-6 ആൾ വട്ടം കൂടി അടുപ്പൂട്ടിയിരുന്ന് വർത്തമാനം പറയുന്നതല്ലാണ്ട് വേറെ എന്താ പോളിറ്റ് ബ്യൂറോ ഉള്ളു? ഇപ്പൊ കത്ത് പുറത്തു വിട്ടത് ആരാണെന്ന് അവർക്ക് തന്നെ അറിയാലോ. പോളിറ്റ് ബ്യൂറോ എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരം. ഒരു ചുക്കുമില്ല. അതല്ലേ അയാൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞാണോ? അതെന്തെങ്കിലും പിടിക്കുന്നില്ല. ചില PR ഏജൻസികൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണം എവിടുന്നാ വന്നത്? ഈ ആരോപണം CPM-ന്റെ ആൾക്കാർ തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ ആരോപണം, ഇടപാടിൽ പങ്കാളികളായവരല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാ സംശയിക്കുന്നത്? കേരളത്തിൽ ആർക്കും ഇല്ലാത്ത സംശയം എന്തിനാണ് മാധ്യമപ്രവർത്തകർക്ക്? അത്രയേ ഉള്ളൂ, പറയുന്നത്. നമ്മൾ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. അവർ തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല, മന്ത്രിമാർക്ക് കൊടുത്തോന്നും പാർട്ടി സെക്രട്ടറിയുടെ മകന് ലണ്ടനിൽ വീടുണ്ടെന്നൊക്കെ അയാൾ തന്നെ വിളിച്ചു പറയുന്നത്. എന്തെങ്കിലും അയാളെ പിടിച്ച് അകത്തിട്. അന്വേഷിക്കുന്നു എന്നുള്ളത് അയാൾ തന്നെയാണ് പറയുന്നത്. അയാൾക്ക് നോട്ടീസ് വന്നു എന്ന്. അല്ല, അത് വിവരം എടുക്കാനാവും. ഇന്ന് രാവിലെ അല്ലേ തെങ്ങുമെന്ന് വീണ് കിട്ടണ്ടേ? നിങ്ങളിത് ഇപ്പോഴത്തെ തന്നെ ഇന്ന് രാവിലെ അല്ലേ ഇത് പുറത്തു വന്നത്? വിശദമായ വിവരങ്ങൾ ഇന്നല്ലേ പുറത്തു വന്നത്. ഇനി അത് വരും. അത് വെറുതെ ഇരിക്കാനുള്ള പറ്റില്ലല്ലോ. അവർ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് ഇയാൾ എന്നെ പേടിച്ചുകൊണ്ട് പറയുന്നതല്ലേ അതിൽ കാണിക്കുന്നത്. പിന്നെ അതൊക്കെ പാർട്ടിയുടെ പാർലമെന്ററി കോടതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോഴേ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അയ്യോ, വെല്ലുവിളിക്കാൻ പറ്റുമോ? ശരക്കും ഞാൻ ഇന്ന് ഇത് പറയാനാണ് വന്നത്. അതൃപ്തിയൊക്കെ നിങ്ങൾ പറഞ്ഞവരോടും മറ്റു ആൾക്കാരോട് ചോദിക്കും. എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു പത്രം വായിച്ചിട്ടില്ല. എന്തിനു വായിക്കുന്നു? എനിക്കറിയില്ല. കരുണാകരൻ ഒരു പത്രം വായിച്ചിരുന്നില്ല. അത് നിനക്കറിയില്ലേ? വേറെതാ? അയ്യോ, എനിക്കറിഞ്ഞൂടാ. എനിക്കൊരു അതൃപ്തിയില്ല. ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനാണ്. പിന്നെ എന്തിനാണ് ബാക്കിയുള്ളൊരു അതൃപ്തി അന്വേഷിച്ച് നടക്കുന്നത്? എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കല്ലോ. അദ്ദേഹം പബ്ലിക് ഡൊമൈനിലുള്ള ആളല്ലേ. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? സാറേ, ഇതിനൊന്നും ഞാൻ മറുപടി പറയില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ ആവർത്തിക്കുകയും വേണ്ട. BJP കാര്യങ്ങൾ പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അത് പറയേണ്ട ആൾക്കാർ പറയും. ചോദിച്ചോ. ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഏജൻസി അന്വേഷിക്കണമെന്ന്. കേരളത്തിൽ അഴിമതി അന്വേഷിക്കുന്ന ഏജൻസികളുണ്ടല്ലോ. ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ചും കേരളത്തിലെ MLA-മാരെ കുറിച്ചും കേരളത്തിലെ CPM നേതാക്കളെ കുറിച്ചുമാണ്. പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നവരാണ് അവരെല്ലാവരും. അല്ല, അയാൾ പറയട്ടെ. അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ പുഴുങ്ങി തിന്നാനുള്ളതല്ല. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് മറുപടി പറയണം. ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെയാണ്, തന്റെ പാർട്ടിയുടെ പിന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ്, പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ്, അദ്ദേഹത്തിന്റെ മകനെതിരെയാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ കേരളത്തിലെ സർക്കാരിന്?